إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസൻ എന്ന ദറജയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ റുഇയ ശൈത്താനു യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്ഖറു വലാ അഗ്യദു മിൻഹു ഫീ യൗമി അറഫ. യൗമു അറഫയുടെ ദിവസത്തേക്കാൾ പിശാചിനെ നിന്ദ്യനായി, അപമാനിതനായി, തോറ്റവനായി, അകറ്റപ്പെട്ടവനായി മറ്റൊരു ദിവസവും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ്. പിശാച് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന ദിവസം യൗമു അറഫയുടെ ദിവസമാണ്. എന്താണ് അതിൻ്റെ കാരണം? വമാ ദാക ഇല്ലാ ലിമാ റആ മിൻ തനസ്സുലിർ റഹ്മ വതജാവുസില്ലാഹി അനിൽ ദുനൂബിൽ ഇളാം. അല്ലാഹുവിൻ്റെ റഹ്മത്ത് ധാരാളമായി ഇറങ്ങുന്ന ദിവസം, വലിയ വലിയ പാപങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് പുറത്തു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം. ഇതിനേക്കാൾ പിശാച് തോറ്റുപോകുന്ന മറ്റൊരു കാര്യമില്ല. ഒരടിമക്ക് അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിച്ച് ആ അടിമ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പോവുക എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്. എങ്കിൽ ആ വമ്പിച്ചതായ റഹ്മത്ത് ഇറങ്ങുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ ദിവസമാണ് യൗമു അറഫ. അൽഹംദുലില്ലാഹ്, ആ ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. എന്തുകൊണ്ടാണ് പിശാചിന് ഇത്രയും വലിയ അപമാനം ഉണ്ടാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സൃഷ്ടിച്ച സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടാകാൻ പോകുന്ന സകല മനുഷ്യരെയും ആദം നബിയുടെ മുതുകിൽ നിന്ന് അല്ലാഹു പുറത്തു കൊണ്ടുവന്ന് തൗഹീദിന് സാക്ഷ്യം വഹിപ്പിക്കുന്നുണ്ട്. അത് യൗമു അറഫയിലാണ്. അറഫയിലുമാണ് ആ മുഴുവൻ മനുഷ്യരെയും ഒരു ഉറുമ്പിനോളം ചെറുതായി അല്ലാഹു കൊണ്ടുവരുന്നത്. അന്ന് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഖാലു, സകല മനുഷ്യരും പറയും, ബല ഷഹിദിന, അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീ മാത്രമാകുന്നു ഞങ്ങളുടെ റബ്ബ്, നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് മനുഷ്യർ ഒന്നടങ്കം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവർ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു രൂപത്തിൽ അറഫയിൽ വെച്ചുകൊണ്ട് അറഫ ദിവസത്തിലാണ് ആ കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങുന്നത്. അതുകൊണ്ടാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും തൗഹീദിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് പിശാച് അവനെ വഴിതെറ്റിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ആ തൗഹീദിൻ്റെ മതമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ തെരഞ്ഞെടുത്തതും യൗമു അറഫയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. തൗഹീദിന്റെ മതമായ ഇസ്ലാമിനെ അള്ളാഹു പൂർത്തീകരിച്ചതും യൗമു അറഫയിലാണ്. അതുകൊണ്ടാണ് യൗമുൻ മഷ്ഹൂദ്, തൗഹീദിന് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് യൗമു അറഫ അറിയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പിശാചിന് അന്ന് നിരാശ, പിശാച് അന്ന് അപമാനിതനായി തീരുന്നത് ഈ തൗഹീദ് കാരണത്താലാണ്. എന്നാൽ പിശാച് വിജയിക്കുന്നത് എപ്പോഴാണ്? ഈ തൗഹീദിൽ നിന്ന് ജനങ്ങൾ തെറ്റുകയും പിശാച് കൊണ്ടുപോകുന്ന ശിർക്കിന്റെ വഴികളിലേക്ക് ജനങ്ങൾ ചെല്ലുകയും ചെയ്താൽ അവിടെ പിശാചിന് വിജയമുണ്ടാകും. ആ വിജയം ഒരിക്കലും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മിലൂടെ പിശാചിന് ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ദുആയിൽ ഏറ്റവും ഖൈറായ ദുആ യൗമു അറഫയുടെ ദിവസത്തെ ദുആ ആണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, സകല ആധിപത്യവും അല്ലാഹുവിനാണ്, സകല സ്തുതികളും അവനാകുന്നു, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്നർത്ഥം വരുന്ന ഈ ഒരു വാക്യമാണ് ലോകത്ത് പറയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം. മാത്രമല്ല അത് തന്നെയായിരുന്നു നബിയുടെ ദുആ. കാന അക്സറ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമി അറഫ, യൗമു അറഫയുടെ ദിവസത്തിലെ പ്രവാചകന്റെ ദുആ ഇതായിരുന്നു എന്നാണ്. കാരണം അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ആണ് ഏറ്റവും വലിയ ഇബാദത്ത്. എങ്കിൽ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് തൗഹീദാണ്. ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തായി മാറി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൗഹീദിന്റെ കലിമത്തിനെ ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ, അതിനേക്കാൾ വലിയ ഹസനത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും എപ്പോഴും തൗഹീദിന്റെ പ്രഖ്യാപനം നാം നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ലൗ അന്ന സമാവാതി വൽ അർള വമാ ഫീഹിമാ وضعت في كفة ووضعت لا إله إلا الله في كفة أخرى كانت أرجح. 7 ആകാശങ്ങളും 7 ഭൂമിയും അതിലുള്ള മുഴുവനും ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദും മാത്രം മറ്റൊരു തട്ടിലും വെച്ചാൽ കലിമത്തു തൗഹീദിനാണ് തൂക്കമുണ്ടാവുക. ആകാശഭൂമികളെക്കാൾ തൂക്കമുള്ള, ഈ പ്രപഞ്ചത്തെക്കാൾ തൂക്കമുള്ള കലിമത്താണ്, ഏറ്റവും വലിയ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്. അത് പ്രഖ്യാപിക്കുന്നവർക്ക് വമ്പിച്ച ഓഫറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും 10 മറാത്തിൻ 10 തവണ പറഞ്ഞാൽ കാന കമൻ അഅതഖ 4 അൻഫുസിൻ മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് 10 തവണ ഇങ്ങനെ പറഞ്ഞാൽ. ഇനി പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും അത് 100 തവണ പറഞ്ഞാലോ, കാനത് ലഹു അദ്ല 10 റിഖാബിൻ വകുതിബത് ലഹു 100 ഹസന വമുഹിയത് അൻഹു 100 സയ്യിഅ വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക് വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ അതാ ബിഹി ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ 100 ദിവസം 100 തവണ ഒരു ദിവസം ഈ കലിമത്ത് തൗഹീദ് പറഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 പാപങ്ങൾ മായ്ക്കപ്പെടും, 100 പുണ്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും. ആ ദിവസം പിശാചിന്റെ ഒരു ഷർറും അയാൾക്ക് ഉണ്ടാവുകയില്ല. ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ഫദ്ൽ ആ വ്യക്തിക്കായിരിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരികയാണ്, ഒരാൾ ഖിയാമത്ത് നാളിൽ വരും, നോക്കത്താ ദൂരത്തോളമുള്ള 99ഓളം ദുഷ്കർമ്മങ്ങളുടെ ഏടുകളുമായിട്ടാണ് ആ വ്യക്തി വരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് തൗഹീദ് സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സ്വീകരിച്ച വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ആ വ്യക്തി വരും, അദ്ദേഹത്തിന്റെ പാപങ്ങൾ കൊണ്ടുവരപ്പെടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഒരു ബിതാഖയും കൊണ്ടുവരപ്പെടും. അദ്ദേഹം വിചാരിക്കും, ഞാൻ നശിച്ചത് തന്നെ ഇത്രയധികം പാപങ്ങൾ ഉള്ളവനായിരിക്കെ ഈ ഒരു ചെറിയ വാക്കെനിക്ക് എങ്ങനെ ഉപകാരപ്പെടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതൂളഉ സിജില്ലാതു ഫീ കിഫ്ഫ വതൂളഉൽ ബിതാഖ ഫീ കിഫ്ഫ ഫസഖുലത്തിൽ ബിതാഖ. ഈ വ്യക്തിയുടെ മുഴുവൻ പാപങ്ങളും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മറ്റൊരു തട്ടിലും വെക്കപ്പെടുന്നതാണ്.
അങ്ങനെ അതിന് തൂക്കം കൂടുകയും ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതുതന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിലൂടെ അറഫയിൽ നിന്നുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനത്തിലൂടെ യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന പ്രവൃത്തിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൗമു അറഫയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹജ്ജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ഇതിൽ വ്യതിചലിച്ചാൽ മറ്റെന്ത് നന്മകൾ ഉണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ ഇത് ശരിയാണെങ്കിൽ മറ്റു പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപത്തിലൂടെ, നമ്മുടെ സൽപ്രവർത്തനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതാകുന്നു. അതുകൊണ്ട് തൗഹീദിന്റെ ആദർശത്തിന്റെ ദിവസമാണ് യൗമു അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ സമ്മാനമാണ് യൗമു അറഫ. ആ യൗമു അറഫയുടെ ദിവസത്തിലാണ് നാം ഉള്ളത്. ഇതിന്റെ മഹത്വം മനസ്സിലാക്കി തൗഹീദിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പാപമോചനം തേടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസവും അറഫാ ദിവസവും ഒരു ദിവസം ഒത്തുവന്നാൽ രണ്ട് പെരുന്നാളുകളുടെ സമ്മേളനമാണ് എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. യൗമു അറഫ നമ്മുടെ പെരുന്നാളുകളിൽപ്പെട്ട ഒരു ദിവസമാണ്. വെള്ളിയാഴ്ചയും സത്യവിശ്വാസികൾക്ക് പെരുന്നാളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു മുഹൂർത്തം ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഉ യൗമി അറഫ. ഏറ്റവും നല്ല ദുആ യൗമു അറഫയുടെ ദുആ ആണ്. ഒരു വർഷത്തിൽ ഈ ഒരൊറ്റ ദിവസത്തെ ദുആ മറ്റ് 360 ചില്ലാനും എത്ര ദിവസങ്ങളാണോ അതിനേക്കാളൊക്കെ ഖൈറുള്ള ഒരേ ഒരു ദിവസം, ഇത് വർഷത്തിൽ ഒരൊറ്റ ദിവസമാണ്. ഇന്നത്തെ ദുആ പോലെ ശ്രേഷ്ഠകരമായ മറ്റൊരു ദുആ ഇല്ല. ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അത് അസറിനും മഗ്രിബിനും ഇടക്കുള്ള സമയമാണ്. അല്ലെങ്കിൽ മിമ്പറിൽ ഖത്തീബ് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഖുതുബയുടെ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഒരടിമ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ, അല്ലെങ്കിൽ വല്ലതിൽ നിന്നും രക്ഷ തേടിയാൽ അള്ളാഹു അത് കൊടുക്കാതിരിക്കില്ല എന്നാണ്. അത് വെള്ളിയാഴ്ച ദിവസമാണ്, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. പക്ഷേ ആ സമയം ഉപയോഗപ്പെടുത്തിയാൽ എന്തു ചോദിച്ചാലും അത് ഖൈറായ കാര്യമാണെങ്കിൽ അള്ളാഹു നൽകും. എന്തിൽ നിന്ന് അഭയം തേടിയാലും അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ രണ്ട് മുഹൂർത്തങ്ങളും അൽഹംദുലില്ലാ ഇന്നേ ദിവസം ഒത്തുവന്നിരിക്കുന്നു. അതുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചാലും ഇന്നത്തെ ദുആയോളം മഹത്വമേറിയ മറ്റൊരു ദുആ ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും റഹ്മാനായ റബ്ബിനോട് പറയാൻ ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തണം. തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും തസ്ബീഹുകളും വർദ്ധിപ്പിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഏറ്റവും ഖൈറായ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന നേരത്തെ പറയപ്പെട്ട ആ കലിമത്ത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലും ധാരാളമായി ആവർത്തിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് അതിനുശേഷം അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുകയാണെങ്കിൽ തീർച്ചയായും നാളെ നമുക്ക് ഏറ്റവും ശരിയായ പെരുന്നാൾ തന്നെയാണ്. നന്നായി കുളിച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി തക്ബീറുകളോടുകൂടി ഈദ്ഗാഹുകളിലേക്കോ അല്ലെങ്കിൽ മസ്ജിദുകളിലേക്കോ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി വരിക. വരുമ്പോൾ ഒരു വഴിയിലൂടെയും പോകുമ്പോൾ തിരിച്ചൊരു വഴിയിലൂടെയും പോയിക്കൊണ്ട് അന്നത്തെ സന്തോഷ പ്രകടനം നാം നിർവഹിക്കുക. ബലിപെരുന്നാളിന് ഒന്നും കഴിക്കാതെ മുസല്ലയിലേക്ക് വരുന്നതായിരുന്നു പ്രവാചകന്റെ സുന്നത്ത്. പിന്നീട് ആർക്കെങ്കിലും ഉളുഹിയത്തുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഉളുഹിയത്ത് അറുക്കുക. അള്ളാഹുവേ, ഇത് നിന്നിൽ നിന്നുള്ളതാണ്, നിനക്ക് വേണ്ടി അറുക്കുന്നു, എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉരുവിനെ അറുക്കുക. അതിൻ്റെ മാംസത്തിൽ നിന്ന് തന്നെ ആദ്യമായി അന്ന് കഴിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഖൈറ്. അന്നേ ദിവസം കുടുംബങ്ങളെ സന്ദർശിക്കുക, സുഹൃത്തുക്കളെ സന്ദർശിക്കുക, സന്തോഷം പങ്കിടുക. അലാ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദുൻ ഹാദാ ഈദുനാ. എല്ലാവർക്കും പെരുന്നാളുണ്ട്, ഇത് നമ്മുടെ പെരുന്നാളാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഹലാലായ എല്ലാ സന്തോഷങ്ങളിലും ഏർപ്പെടുക. അള്ളാഹുവിനെ ഓർക്കുന്നത് മറന്നു പോവാതിരിക്കുകയും ചെയ്യുക. അപ്രകാരം അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുവാനും അവൻ
അവൻ്റെ സ്വർഗം നേടിയെടുക്കുവാനും അവൻ്റെ പാപമോചനം നേടിയെടുക്കുവാനും അവൻ നിശ്ചയിച്ച ഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി മുന്നേറി വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.